ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ്റെ പേര് കൈൻ മാസ്റ്റർ എന്നാണ്. 10 മില്യൺ ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പ്ലേ സ്റ്റോറിലെ റേറ്റിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 4.3 ആണ് ഇതിൻ്റെ റേറ്റിംഗ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് ഇത് ഓപ്പൺ ആക്കിയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം MD പ്രൊജക്റ്റ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോകുന്നത്, നമുക്കൊരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ മീഡിയ ബ്രൗസർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. നോക്കുക, ഇപ്പോൾ ഈ വീഡിയോ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നിങ്ങൾക്കൊരു ടിക്ക് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ എൻ്റെ റൂമിന് വെളിയിലുള്ള കുറച്ച് ഭാഗം മൊബൈൽ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തതാണ്. ഞാനിത് നിങ്ങളെ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഇങ്ങനൊരു വീഡിയോ ആണ്. ഇതാണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് വേണ്ടത്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏത് വീഡിയോയ്ക്കാണോ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കേണ്ടത് ആ വീഡിയോ ഗ്രീൻ സ്ക്രീനിലായിരിക്കണം റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതായത് ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കളറിലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കൂ. ഗ്രീൻ കളർ തന്നെ ആകണമെന്നില്ല, ഏതെങ്കിലും ഒരു കളറായിരിക്കണം. പല കളറുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ സാധിക്കത്തില്ല. ഞാൻ നിങ്ങൾക്കൊരു ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നാണ് കാണിച്ചിരുന്നത്. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോസ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വീഡിയോ സേവ് ചെയ്തിരിക്കുന്നത്. ഞാനത് ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ ഒന്നും ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ ഉദ്ദേശിച്ച വീഡിയോയുടെ മുകളിലേക്ക് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വീഡിയോ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ ഇതിൻ്റെ സൈസ് ഒന്ന് ലെവലാക്കുകയാണ്. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒന്നും OK ബട്ടണിൽ പ്രസ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. പ്ലേ ചെയ്യുമ്പോൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ടൈഗർ നടന്നു വരുന്ന വീഡിയോ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നമുക്ക് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ആ വീഡിയോയിലേക്കാണ് ഈ വീഡിയോ നമുക്ക് ആഡ് ചെയ്യാം. അതിനായിട്ട് ചെയ്യാനുള്ളത്, ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഈ വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും കുറേ ഓപ്ഷനുകൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ക്രോമ കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എനേബിൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ വീഡിയോയുടെ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഒന്നും മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. നോക്കുക, ടൈഗറിന്റെ വീഡിയോയുടെ ചുറ്റിനുമായിട്ട് ഒരു ഗ്രീൻ കളറ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കുറയ്ക്കണമെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. നോക്കുക, ഈ കാണുന്ന ബട്ടണുകൾ ഉപയോഗിച്ച് കുറയ്ക്കാം. അതേപോലെ ഷോ മാസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ടൈഗറിന്റെ ഫോട്ടോ വൈറ്റ് കളർ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് എത്രയും കറക്റ്റ് വൈറ്റ് കളറിലാവുന്നു അത്രയും നമുക്ക് ഇതിൻ്റെ ക്ലാരിറ്റി കറക്റ്റായിട്ട് ലഭിക്കും. നോക്കുക, ഇപ്പോൾ ഏകദേശം വൈറ്റ് കളറായി. അതിനുശേഷം ഷോ മാസ്ക് എന്നുള്ളതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഇത്രേ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഞാൻ വീണ്ടും ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. നോക്കുക, ടൈഗറിൻ്റെ ഫോട്ടോ ഞാൻ കുറച്ച് താഴേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ഒന്ന് ഓക്കെ. അതിനുശേഷം OK കൊടുത്തു. വീണ്ടും ഞാൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. നോക്കുക, ആ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ മാറി. നമ്മൾ സെലക്ട് ചെയ്ത ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ ടൈഗർ നടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫോട്ടോസിൻ്റെ ആണെങ്കിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഫോട്ടോഷോപ്പും മറ്റുമാണ് യൂസ് ചെയ്യുന്നത്. മൊബൈലിൽ നമുക്ക് ഇത്ര ക്ലാരിറ്റിയോടെ ഇത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ഫോട്ടോസിൻ്റെ പോലും ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്യാനായിട്ട് ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത ഫയലാണ് ഈ കാണുന്നത്. ഞാനിവിടെ ഒന്നും ഈ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് വീഡിയോ ടു ഗാലറി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്കിത്
മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും 287 രൂപ കൊടുത്ത് വാങ്ങാൻ സാധിക്കും. അതേപോലെ ഒരു വർഷത്തേക്കാണെങ്കിൽ ഇത്രയും തുക നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഫ്രീ ആണ് യൂസ് ചെയ്യുന്നത്. നോ താങ്ക്സ്, കണ്ടിന്യൂ വിത്ത് വാട്ടർമാർക്ക് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഹൈ ഡെഫിനിഷൻ വീഡിയോ എനിക്ക് റെൻഡർ ചെയ്യണം. ഞാനത് ഹൈ ഡെഫിനിഷൻ വീഡിയോ റെൻഡർ ചെയ്യുകയാണ്. ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിലൊരു വാട്ടർമാർക്ക് വരും. ഈ ആപ്ലിക്കേഷൻ്റെ ഒരു വാട്ടർമാർക്ക് നിങ്ങൾക്ക് ഇതിൽ കാണും. അല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. നോക്കുക, ഇത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോ നമുക്കിവിടെ കാണാൻ സാധിക്കും. നോക്കുക, ഈ എഡിറ്റ് ചെയ്തതിൽ ഈ ടൈഗറിൻ്റെ ചുറ്റിനുമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഗ്രീൻ കളർ എഫക്റ്റ് ഇവിടെ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ഞാൻ കാണിച്ചു തന്ന ആ സെറ്റിങ്സിൽ പോയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും ഒറിജിനലായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നോക്കുക, ഇതിൻ്റെ വാട്ടർമാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഒഴിവാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പർച്ചേസ് ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ ഇത് പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. പ്രോ വേർഷനിൽ ലഭിക്കുന്ന എല്ലാ ഫംഗ്ഷനും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഫ്രീ വേർഷനിൽ ലഭിക്കും. ഈ വാട്ടർമാർക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പെർഫെക്റ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഇതേപോലെയുള്ള പുതിയ പുതിയ അറിവുകൾ ഫേസ്ബുക്ക് പേജിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും നിങ്ങളിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.